കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച പത്തനംതിട്ട തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മന്റെ മൃതദേഹം സംസ്കരിച്ചു. വീട്ടിൽ പൊതുദർശനത്തിനും ശുശ്രൂഷയ്ക്കും ശേഷം മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. അഞ്ചു വർഷമായി കുവൈറ്റിലെ കമ്പനിയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു 37-കാരനായ തോമസ് ഉമ്മൻ. വരുന്ന സെപ്റ്റംബറിൽ നാട്ടിൽ വരാനിരിക്കെയായിരുന്നു മരണം സംഭവിച്ചത്. നിലവിൽ കുടുംബം താമസിക്കുന്ന വീട്ടിലേക്ക് വഴി സൗകര്യം കുറവായതിനാൽ സഹോദരനോടൊപ്പം ചേർന്ന് പുതിയൊരു വീട് നിർമ്മിച്ചിരുന്നു. വീടിന്റെ പാലുകാച്ചലിന് വരാനിരിക്കെയാണ് മരണം കവർന്നത്. മേപ്രാലിലെ വീട്ടിലെത്തി 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഭാര്യയും 4 വയസ്സുമുള്ള കുഞ്ഞുമാണ് വീട്ടിലുള്ളത്. പിതാവ് ഉമ്മന് 2 മക്കളാണുള്ളത്. തോമസ് ഉമ്മന്റെ മൂത്ത സഹോദരനും വിദേശത്തായിരുന്നു. വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലേക്ക് ഭൗതിക ശരീരം സംസ്കാരത്തിനായി കൊണ്ടുപോയി. തുടർന്ന് പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങ് നടന്നു. കുവൈറ്റിലെ തീപിടുത്തത്തിൽ പത്തനംതിട്ടക്കാരായ 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ, പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ നായർ എന്നിവരുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. കീഴ്വായ്പൂർ സ്വദേശി സിബിൻ T അബ്രഹാം, കോന്നി അട്ടച്ചക്കൽ സ്വദേശി സജു വർഗീസ് എന്നിവരുടെ സംസ്കാര ചടങ്ങ് നാളെ നടക്കും. റിപ്പോർട്ടർ, പത്തനംതിട്ട.